ഹലോ കൂട്ടുകാരെ, നമുക്ക് നല്ല മധുരമുള്ള ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയാലോ? അപ്പോൾ നമ്മളതിന് വേണ്ടി ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലൊരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ 1.5 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ തീ ഒന്ന് കുറച്ചിട്ട് നമ്മുടെ പാനി ഒന്ന് പതിയെ കുറുകി വരുന്ന പരുവത്തിലായി കഴിയുമ്പം ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കണേ. ഇനി ഒരു ബൗളിൽ 1 കപ്പ് പാൽപ്പൊടിയും 1/4 കപ്പ് മൈദയും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 2 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ച് ഒന്ന് മയത്തി കുഴയ്ക്കുക. ശേഷം 2 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ച് അത് മയത്തിൽ നന്നായിട്ട് കുഴച്ചൊന്ന് ഉരുട്ടിയെടുക്കണം. ശേഷം നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിലൊന്ന് തേച്ചിട്ട് ചെറിയ ബോൾസ് ആക്കി ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ നമ്മുടെ മാവ് മുഴുവൻ നമ്മളങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ശേഷം നമ്മളൊരു പാൻ അടുപ്പ് വെച്ച് വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും ഒന്ന് അടുപ്പ് ഒഴിച്ചിട്ട് അത് ഒത്തിരി തിളയ്ക്കണ്ട, അത്യാവശ്യം നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ ബോൾസ് ഓരോന്ന് ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെക്കണം തീയ്. പിന്നെ നമ്മൾ ബോൾസ് ഒരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും എണ്ണയിൽ നിന്നും കോരി നമ്മുടെ പഞ്ചസാര പാനിക്കകത്തോട്ട് ഇട്ട് വയ്ക്കുക. അപ്പം നമ്മുടെ നല്ല മധുരമുള്ള ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.